ഇന്നത്തെ വീഡിയോ നമ്മുടെ റെഡ് ക്ലോ ക്രേ ഫിഷുകൾക്ക് കൊടുക്കാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ചാണ്. അതായത് മെയിൻലി അവരുടെ ഡയറ്റിനെ കുറിച്ചാണ്. റെഡ് ക്ലോ ക്രേ ഫിഷുകൾ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ അവരുടെ സൈസ് ഏകദേശം 1 ഫീറ്റ് വരെ വരാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ വെയിറ്റ് ഏകദേശം 500 ഗ്രാം വരെയൊക്കെ വരാറുണ്ട്. പക്ഷേ ടാങ്കുകളിലൊക്കെ നമ്മളിട്ട് വളർത്തുമ്പോൾ അത്രയും സൈസൊന്നും അവർ വയ്ക്കാറില്ല. ഫ്രഷ് വാട്ടർ ക്രേ ഫിഷുകളിൽ ഏറ്റവും സൈസ് വരുന്ന ക്രേ ഫിഷുകളാണ് ഈ റെഡ് ക്ലോ ക്രേ ഫിഷുകൾ. അപ്പോൾ അവരുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മാക്സിമം സൈസിലേക്ക് നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റും. ഒരു ഫിഷിൻ്റെ ഗ്രോത്ത് ഇരിക്കുന്നത് ഒരു ഒറ്റ ഫാക്ടറിൽ മാത്രമായിട്ടല്ല, മെയിൻലി 3 ഫാക്ടറാണ്. അത് നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വാട്ടർ ക്വാളിറ്റിയാണ്, രണ്ടാമത്തെ ഫുഡാണ്, മൂന്നാമത്തെ ടാങ്ക് സൈസാണ്. അപ്പോൾ ഒരു ഫിഷിൻ്റെ അല്ലെങ്കിൽ ക്രേ ഫിഷിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ 3 പോയിൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ഫുഡാണ്, ഡയറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ഈ റെഡ് ക്ലോ ക്രേ ഫിഷുകളുടെ ഡയറ്റിലേക്ക് പോകാം. ഈ റെഡ് ക്ലോ ക്രേ ഫിഷുകൾ ഓംനിവോറസ് ആണ്. ഇവർ സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കും. ഇവർ നാച്ചുറൽ ഹാബിറ്റേറ്റുകൾ എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പച്ചക്കറികൾ, അതുപോലെ തന്നെ ചെടികൾ, ഇലകൾ, ആൽഗെ, അതുപോലെ ചെറിയ ഇൻസെക്റ്റ് ലാർവ, അതുപോലെ തന്നെ ചെറിയ മീനുകൾ, പിന്നെ ഈ ഷെൽഫിഷ് കാറ്റഗറിയിൽ പെട്ട ചെമ്മീൻ, അതുപോലെ തന്നെ ചെറിയ ഞണ്ടുകൾ, കക്ക, ഇത്തരം സംഭവങ്ങളൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് ഇവർ നാച്ചുറൽ ഹാബിറ്റേറ്റുകളിൽ കഴിക്കുന്ന ഫുഡുകളെ കുറിച്ചാണ്. ഇനി നമുക്ക് ടാങ്കുകളിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ സൂട്ടബിൾ ആയിട്ടുള്ള ഫുഡുകളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അതിലാദ്യം നമുക്ക് വെജിറ്റേറിയൻ ഫുഡുകളെ കുറിച്ച് പറയാം. ഇതിൽ ഫസ്റ്റ് കൊടുക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് നമ്മുടെ അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. അതായത് നമ്മൾ അക്വേറിയം പ്ലാന്റ്സ് ആയിട്ട് വളർത്തുന്ന ചെടികളുണ്ടല്ലോ, ഈ ചെടികൾ ഇവർ നല്ല രീതിയിൽ കഴിക്കും. അത് വെള്ളത്തിൽ സബ്മർജ് ചെയ്ത് നിൽക്കുന്ന ചെടികളാണെങ്കിലും വെള്ളത്തിന് പുറത്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ചെടികളാണെങ്കിലും നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാം. ഇവർ നല്ല രീതിയിൽ കഴിക്കും. ഇത്തരത്തിലുള്ള ചെടികൾ നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചെടികൾ വേണം കൊടുക്കാനായിട്ട്. അതായത് വളർന്ന് വല്ലാതെ മൂത്ത് മുരടിച്ച പീസുകളൊന്നും നമ്മൾ ഫീഡ് ചെയ്യരുത്. നമ്മുടെ യങ് ആയിട്ടുള്ള ഇളം ഇലകൾ വേണം ഫീഡ് ചെയ്യാനായിട്ട്, സോഫ്റ്റ് ആയിട്ടുള്ളത്. അതാകുമ്പോൾ ഇവർക്ക് ഈസി ആയിട്ട് കഴിക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പച്ചക്കറികളായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. അതിൽ ആദ്യം വരുന്നത് സുക്കിനി എന്ന് പറയുന്ന സംഭവമാണ്. പിന്നെ വരുന്നത് നമ്മുടെ കുക്കുംബറാണ്. പിന്നെ സ്പിനാച്ച് വരുന്നുണ്ട്, ചീര പോലെ ഇരിക്കുന്ന സംഭവം. പിന്നെ ക്യാരറ്റ്, പിന്നെ ലെറ്റ്യൂസ്, പിന്നെ മധുരക്കിഴങ്ങ്. ഇതിൽ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പച്ചയ്ക്ക് തന്നെ ഫീഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ചിലത് ഇതിനകത്ത് കട്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് ക്യാരറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മധുരക്കിഴങ്ങ്, ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് പുഴുങ്ങി സോഫ്റ്റ് ആക്കി കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ ഒരു വെജിറ്റേറിയൻ കാറ്റഗറിയിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന റെഡിമെയ്ഡ് ആയിട്ടുള്ള വേഫേഴ്സും ടാബ്ലറ്റ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ വെജിറ്റേറിയൻ ആയിട്ടുള്ള സ്പിരുലിന ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ ആൽഗെ വേഫേഴ്സ്, ഇതും നമുക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്മുടെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ സോഴ്സ് ഫുഡുകളെ കുറിച്ചാണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് ബ്ലഡ് വേംസ് ആണ്. പിന്നെ നമ്മുടെ എർത്ത് വേംസ്, മണ്ണിരകൾ. പിന്നെ വരുന്നത് ചെമ്മീനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ് കുറഞ്ഞ വലിയ സൈസ് മീനുകളുടെ മീറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫീഡ് ചെയ്യാം. ഇനി ഈ ഒരു നോൺ വെജ് കാറ്റഗറിയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് പെല്ലറ്റ്സ് ആണ്. അതായത് നമ്മൾ പെറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങുന്ന റെഡിമെയ്ഡ് ഹൈ പ്രോട്ടീൻ പെല്ലറ്റ്സ് ഇവർക്ക് ഫീഡ് ചെയ്യാവുന്നതാണ്. അത് നല്ലൊരു സംഭവമാണ് ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട്. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും, നല്ല രീതിയിൽ ഗ്രോത്തും കിട്ടും. നമ്മൾ ഈ പെല്ലറ്റ് ഫുഡ് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിങ്കിങ് പെല്ലറ്റ് ഫുഡ്സാണ് വാങ്ങേണ്ടത്. അതായത് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന പെല്ലറ്റ് ഫുഡാണ് വാങ്ങേണ്ടത്. നിങ്ങൾക്കറിയാം, സാധാരണ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള പെല്ലറ്റുകളെല്ലാം ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന പെല്ലറ്റ് ഫുഡുകളാണ്. അത് ഇവർക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം ഇവർ വെള്ളത്തിൻ്റെ അടിഭാഗത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന സിങ്കിങ് പെല്ലറ്റ്സ് ആണ് നമ്മൾ വാങ്ങേണ്ടത്. ഈ പെല്ലറ്റ് ഫുഡുകളിൽ തന്നെ പലതരത്തിലുള്ള പെല്ലറ്റ് ഫുഡുകൾ വരുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് കാർണിവോർ പെല്ലറ്റ്സ് ആണ്. അതിനകത്ത് നോൺ വെജ് സോഴ്സ് പല സോഴ്സുകൾ ഉണ്ടായിരിക്കും, പ്രോട്ടീൻ സോഴ്സുകളായിട്ട്. അതേസമയം ഷ്രിമ്പ് പെല്ലറ്റ്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, ചെമ്മീൻ മാത്രം ആഡ് ചെയ്തിട്ടുള്ള പെല്ലറ്റ് ഫുഡുകൾ. അപ്പോൾ അത് വാങ്ങി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കളറ് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇവരുടെ കളർ കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഷ്രിമ്പ്, ചെമ്മീൻ പെല്ലറ്റ്സ് വാങ്ങി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ച ചെമ്മീൻ കൊടുത്താലും ഇവരുടെ കളർ നല്ല രീതിയിൽ കയറും. പിന്നെ ഇവർ കമ്മ്യൂണിറ്റി ടാങ്കുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സക്കർ കാറ്റ് ഫിഷ് ഒക്കെ ചെയ്യുന്ന പോലെ സ്കാവെഞ്ചിങ് പരിപാടികൾ ചെയ്യാറുണ്ട്. അതായത് മറ്റ് മീനുകൾ തിന്നാതെ പോയിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർ കഴിച്ച് ക്ലീൻ ആക്കാറുണ്ട്. പക്ഷേ സാധാരണ ഇവരെ കമ്മ്യൂണിറ്റി അക്വേറിയങ്ങളിലൊന്നും ഇടാറില്ല. ഇവരെ സെപ്പറേറ്റ് ആയിട്ടാണ് വളർത്താറുള്ളത്. കാരണം ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഇവർ മീനുകളെ അറ്റാക്ക് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും സാധാരണ അങ്ങനെ കമ്മ്യൂണിറ്റി അക്വേറിയങ്ങളിൽ ഇവരുടെ കൂടെ മറ്റ് മീനുകളൊന്നും ഇടാറില്ല. പക്ഷേ ഇവരെ വളർത്തുന്ന ഫിഷ് ടാങ്കുകളിൽ മറ്റ് മീനുകളെ ഇടാനായിട്ട് സാധിക്കും, ടാങ്ക് മേറ്റ്സ് ആയിട്ട്. അതായത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മീനുകൾ, അത് വെള്ളത്തിൻ്റെ മധ്യഭാഗത്തും മുകൾ ഭാഗത്തും കൂടുതലായിട്ട് നടക്കുന്ന മീനുകളെയൊക്കെ ടാങ്ക് മേറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാം. പക്ഷേ കൂടുതൽ ആൾക്കാരും ഇവരെ സെപ്പറേറ്റ് ആയിട്ട് വളർത്തുകയാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഫീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവർക്ക് നമുക്ക് ദിവസത്തിൽ ഒരു തവണ ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ദിവസം ഇടവിട്ടും ഫീഡ് ചെയ്യാം. ഡെയിലി ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഫീഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓരോ ദിവസം ഇടവിട്ട് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയറ് നിറയാൻ പാകത്തിന് നമുക്ക് ഫീഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഫീഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വെള്ളത്തിൽ ആ ഒരു ഫുഡിൻ്റെ വേസ്റ്റ് കിടന്ന് അമോണിയൊക്കെ ബിൽഡപ്പായി വെള്ളം ടോക്സിക് ആയിട്ട് അവർക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവർ ഷെൽഫിഷുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാൽഷ്യം വേണം. സാധാരണ ഇവർ പൊഴിക്കുന്ന ഇവരുടെ ഷെല്ല് തന്നെ ഇവർ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കാൽഷ്യം അഡീഷണൽ ആയിട്ട് നമുക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ്സ് വാങ്ങി കൊടുക്കാം.
നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഇവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ അഡീഷണൽ ആയിട്ട് കാൽഷ്യം ഒന്നും ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫീഡ് ചെയ്യുന്ന ഫുഡിൽ നിന്ന് തന്നെ ഇവർക്ക് അത്യാവശ്യം എല്ലാ ന്യൂട്രിയൻസും കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഫുഡുകളിൽ നോൺ വെജ് ഫുഡ്, അതായത് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരിക്കലും ഫീഡ് ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഫ്രീക്വൻ്റ് ആയിട്ട് മോൾട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത്തരം സാഹചര്യങ്ങളിൽ ഈ ക്രേ ഫിഷുകൾക്ക് സ്ട്രെസ് വരാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഫീഡ് ചെയ്യുക. അതായത് നോൺ വെജ് ഒരു ദിവസം കൊടുത്താൽ നമ്മൾ അടുത്ത ദിവസം നമ്മൾ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുക, നെക്സ്റ്റ് പിന്നെ നമ്മൾ പെല്ലറ്റ് ഫുഡ് കൊടുക്കുക, അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രേ ഫിഷുകൾ നല്ല ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ ഇവരുടെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ നടക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോൺ വെജ് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഫാറ്റ് കുറഞ്ഞ ഫുഡ് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീനുകൾക്കും കേടാണ്. അതുപോലെ തന്നെ വെള്ളം പെട്ടെന്ന് മോശമായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാട കെട്ടി കിടക്കാനൊക്കെ തുടങ്ങും. പിന്നെ പ്രോസസ്സ് ചെയ്ത മീറ്റുകൾ കൊടുക്കാതിരിക്കുക, അതായത് ഈ സോസേജ് പോലുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ ഗ്രോത്ത് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഫുഡിൽ മാത്രമല്ല. ടോട്ടൽ 3 പോയിൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ ഫുഡ്. ബാക്കി 2 എന്ന് പറയുന്നത് ടാങ്ക് സൈസും അതുപോലെ തന്നെ വാട്ടർ ക്വാളിറ്റിയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.